അപ്പൊ നമുക്ക് മുഖവരിലേക്ക് കിടക്കാം. 20 മുഖവരകൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന്റെ മുഖവരകൾ 20 ചിന്തകൾ പറയുകയാണ്. നമ്പർ 1, ഒന്നാമത്തേത് ബൈബിളിലെ 44-ാമത്തെ പുസ്തകമാണിത്. പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമാണിത്. അപ്പോസ്തല പ്രവൃത്തികൾ. നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എഴുതാം, മനസ്സിലാകുന്ന പോലെ എഴുതാം. കാരണം നമുക്ക് ലൈവ് അല്ല ക്ലാസ്. അപ്പൊ നടന്നു വന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോക്കാനും അക്ഷരപ്പശ കുറിക്കാനൊന്നും അധ്യാപകൻ വരുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊന്നും ഞാൻ വരത്തില്ല, നിങ്ങൾ എൻ്റെ വീട്ടിലും വരത്തില്ല. അതുകൊണ്ട് എന്നാ എഴുതി വെച്ചാലും ആരും പരിശോധിക്കാൻ പോലില്ല. ഷാജി പാസം വരത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും പരീക്ഷയിൽ ഉത്തരവ് നന്നായിട്ട് എഴുതണം, അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ബൈബിളിലെ 44-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകം എഴുതിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, സുവിശേഷങ്ങൾ യേശുവിന്റെ ജീവചരിത്രമാണ്. ഓക്കെ, സുവിശേഷങ്ങൾ യേശുവിന്റെ ജീവചരിത്രമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് സഭയുടെ ചരിത്രമാണ്. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് യേശുവിന്റെ ജീവചരിത്രമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് സഭയുടെ ചരിത്രമാണ്. രണ്ടാമത്തെ പോയിന്റ് അതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇതൊന്നും വിശദീകരിക്കുന്നില്ല. കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ, അത് യേശുവിന്റെ ജീവചരിത്രം. അതിൽ തന്നെ ലൂക്കോസിന്റെ സുവിശേഷമാണ് സമഗ്രമായ ജീവചരിത്രം. യേശുക്രിസ്തുവിന്റെ 4 മുഖങ്ങൾ കാണാമല്ലോ: രാജാവ്, ദാസൻ, മനുഷ്യപുത്രൻ, ദൈവത്തിന്റെ പുത്രൻ. യേശുക്രിസ്തുവിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. AD 30 മുതൽ 30 വർഷത്തെ സുവിശേഷ വേലയുടെ ചരിത്രമാണ് ഈ പുസ്തകം. AD 30 മുതൽ 60 വരെയുള്ള 30 വർഷത്തെ സുവിശേഷ വേലയുടെ, അപ്പോസ്തലന്മാരുടെ സുവിശേഷ വേലയുടെ ചരിത്രമാണ് ഈ പുസ്തകം. മൂന്നാമത്തെ ചിന്തയെന്താണ്? AD 30 മുതൽ 60 വരെ ഉള്ള 30 വർഷത്തെ അപ്പോസ്തലന്മാരുടെ സുവിശേഷ വേലയുടെ ചരിത്രം, അതാണ് ഈ പുസ്തകം. നാലാമത്തെ പോയിന്റ്, ഇതിന്റെ കീ ചാപ്റ്റർ, പ്രധാനപ്പെട്ട അധ്യായം 2-ാം അധ്യായമാണ്. നിങ്ങൾ സൗകര്യം പോലെ വായിക്കണം. 28 അധ്യായം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറയുന്ന 2-ാമത്തെ അധ്യായം. ഇതിന്റെ കീ വേർഡ്സ്, 5-ാമത്തെ പോയിന്റ്, കീ വേർഡ്സ്, പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ നല്ലതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയിലേക്കുള്ള സാക്ഷികളാണ്. അത് മനോഹരമായ ഒരു വാക്യമാണത്. ആ വാക്യമൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഒരു 4-5 മണിക്കൂർ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഞാനിപ്പോൾ ആ വാക്യം 5 മണിക്കൂർ പ്രസംഗിച്ചു വരികയാണ്. സഭകളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ ആ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം എടുത്തിട്ട് 2-3 ദിവസം കൊണ്ട് പ്രസംഗിച്ചു വരികയാണ്. ഈ പുസ്തകത്തിന്റെ ഔട്ട്ലൈനാണ് ഈ വാക്യം. മറക്കണ്ട, 1-ാം അധ്യായം 8-ാമത്തെ വാക്യം കാണാതെ പഠിക്കുന്നു. 6-ാമത്തെ പ്രത്യേകത, ഈ പുസ്തകത്തിൽ തിയോളജി ഇല്ല, ഉപദേശങ്ങളില്ല. ഈ പുസ്തകത്തിൽ തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രമോ ഉപദേശങ്ങളോ ഇല്ല. അതിനെന്തോ ഉള്ളത്? വിശ്വാസികൾക്ക് ആവശ്യമുള്ളത് മാത്രം. അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഈ പുസ്തകത്തിൽ തിയോളജിയോ ഉപദേശങ്ങളോ ഇല്ല, മറിച്ച് വിശ്വാസികൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിലുണ്ട്. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു തിയോളജി എടുക്കാനൊക്കത്തില്ല. തിയോളജി ദൈവശാസ്ത്രം. പത്രോസിന്റെ അടുക്കലൊക്കെ വിഷയങ്ങൾ എത്തുമ്പോൾ ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, ശബ്ബത്ത്, പെരുന്നാള്, വാവ്, ഇതൊക്കെ ആഘോഷിക്കാമോ, ആഘോഷിക്കാൻ പാടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ
ദൈവശാസ്ത്രപരമായിട്ട് ഒരു മറുപടി നമ്മൾ കാണുന്നില്ല. അത് എല്ലാ പുസ്തകത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് തിയോളജി അല്ല പഠിക്കുന്നത്, ഉപദേശങ്ങളുമല്ല. നമുക്കറിയില്ല, നമ്മുടെ ഈ പെന്തക്കോസ്ത് സഭകള് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് 7 അടിസ്ഥാന ഉപദേശങ്ങൾ പറയാറുണ്ട്. എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ അടിസ്ഥാന ഉപദേശങ്ങൾ 7 ഞാനിട്ട് വിശ്വസിക്കുന്നുമില്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പം 5 മിനിറ്റ് നമ്മൾ സമയം ഇടുന്നുണ്ട്, അപ്പൊ ചോദിക്കാം. അടിസ്ഥാന ഉപദേശങ്ങൾ 7 ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഈ 7 അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞാൽ മാനസാന്തരം, രക്ഷ, സ്നാനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കർത്തൃമേശയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് 2ാം വരവ് നമ്മളാരും പറയാറില്ല. നിത്യത അതിനകത്തില്ല. സ്വർഗം, കൃപാവരങ്ങൾ അതിനകത്തില്ല. അപ്പൊ അത് അടിസ്ഥാന ഉപദേശം അല്ലയോ? അപ്പൊ അതുകൊണ്ട് പുനരുത്ഥാനം, ഇത് പ്രധാനപ്പെട്ടത്. പുനരുത്ഥാനമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രസംഗം വ്യർത്ഥം എന്നാ. പക്ഷെ ആ 7 അടിസ്ഥാന ഉപദേശം പുനരുത്ഥാനമില്ല. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന പോലും മരിച്ചു കഴിഞ്ഞാൽ പുനരുത്ഥാനം പ്രാപിക്കുമല്ലോ എന്നുള്ള വിശ്വാസത്തല്ല. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാന ഉപദേശം എന്ന് പറയണമെങ്കിൽ 3 തെളിവുകൾ ഹാജരാക്കണം. നമ്പർ 1, ഒന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കണം. അതാണ് അടിസ്ഥാന ഉപദേശം. നമ്മുടെ അടിസ്ഥാനം ആരാ? പാട്ട് പാടാറില്ലേ? യേശു എന്ന അടിസ്ഥാനം എന്ന് പാടാറില്ലയോ? യേശു എന്ന അടിസ്ഥാനം പാടാറില്ലയോ? ഇല്ലയോ കെസിയെ? അതോ യേശുവിനെ എന്നാടി സ്ഥാനം എന്നാണോ ചോദിക്കുന്നത്? യേശു എന്ന അടിസ്ഥാനം, അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴാ പറയുന്നത് യേശുവിന് എന്നാടി സ്ഥാനം. ഒരു ഇലക്ട്രോണിക് ഭാഷയിൽ സ്പേസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു ഉപദേശം അടിസ്ഥാന ഉപദേശമാണെങ്കിൽ യേശു പറയണം. 2, അപ്പോസ്തലന്മാർ അത് ചെയ്തിരിക്കണം. അപ്പോസ്തലന്മാർ യേശു പറഞ്ഞത് കേട്ടത് അവരല്ലയോ? അവരിത് ചെയ്തിരിക്കണം. 3, അവർ മരിച്ചു കഴിഞ്ഞ നമ്മളൊക്കെ 21ാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിച്ചിരിക്കുമെന്നും ദൈവത്തിനറിയാം. കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ ചെയ്തതും നമ്മൾ ചെയ്യണമെങ്കിൽ എഴുതിയിരിക്കണം. അങ്ങനെ ഒരു ഉപദേശം അടിസ്ഥാന ഉപദേശമാകുന്നു. അപ്പൊ 3 പാർട്ടായി: യേശു പറയുക, അപ്പോസ്തലന്മാർ ചെയ്യുക, നമ്മൾ ചെയ്യാൻ എഴുതിയിരിക്കുക. 2ഓ 3ഓ സാക്ഷികൾ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കും. ഇനി യേശു പറഞ്ഞത് എവിടാ? 4 സുവിശേഷങ്ങളിൽ. അപ്പോസ്തലന്മാർ ചെയ്തെവിടാ? അപ്പോസ്തല പ്രവർത്തികളിൽ. നമ്മൾ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന എവിടാ? ലേഖനങ്ങളിൽ. അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായി. അതുകൊണ്ട് 4 സുവിശേഷങ്ങളിൽ യേശു പറയാത്തതും, അപ്പോസ്തല പ്രവൃത്തികളിൽ ശിഷ്യന്മാർ ചെയ്യാത്തതും, ലേഖനങ്ങളിൽ നമ്മോട് ചെയ്യാൻ എഴുതാത്തതുമായ ഉപദേശങ്ങളെ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും 7 അടിസ്ഥാന ഉപദേശങ്ങളെന്ന് പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അത് മാറ്റണമെന്നൊന്നും ഞാൻ പറയുകയില്ല. അങ്ങനെ പൊക്കോട്ടെ. എന്നാൽ ഒരു ചിന്ത, ബൈബിൾ ക്ലാസ് ആണല്ലോ, പുതിയ ചിന്തകൾ പങ്കുവച്ചു എന്ന് മാത്രമേ. നമുക്ക് 7ാമത്തെ പോയിന്റിലേക്ക് എഴുതാം. എല്ലാ കാലഘട്ടത്തിലും സഭയ്ക്ക് ആവശ്യമുള്ള പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. 1ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഈ നൂറ്റാണ്ടിൽ മാത്രമല്ല, അടുത്ത നൂറ്റാണ്ടിൽ മാത്രമല്ല, ഏത് നൂറ്റാണ്ടിലും ഈ പുസ്തകം ദൈവസഭയ്ക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കിയാൽ ഇന്നത്തെ സഭയിൽ ഈ വിഷയങ്ങൾ പ്രസംഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ കാലഘട്ടത്തിന്റെ പുസ്തകമെന്ന് അറിയപ്പെടാൻ കാരണമാണ്. എല്ലാ കാലഘട്ടത്തിലും സഭയ്ക്ക് ആവശ്യമുള്ള പുസ്തകമാണ് ഈ പുസ്തകം. 8ാമത്തെ കാര്യം പറയാം. ആദിമ സഭയുടെ മോഡൽ സഭാചരിത്രം തുടങ്ങുന്ന പുസ്തകമാണിത്. എങ്ങനെയാണ് ദൈവസഭ ഉണ്ടായത്, ഇതിന്റെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചാൽ ആദിമസഭ കത്തോലിക്ക സഭയോ മർത്തോമ സഭയോ ഒന്നുമല്ല, പെന്തക്കോസ്ത് സഭയുമല്ല. ആദിമസഭ, പെന്തക്കോസ്ത് സഭ എന്ന് ഉദ്ദേശിക്കുന്നത് 18ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഉണ്ടായ ഉണർവും 19ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് വന്ന ഉണർവിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടായ പെന്തക്കോസ്ത് സഭ എന്നാണ് ഉദ്ദേശിച്ചത്. അതൊന്നുമല്ല, 1ാം നൂറ്റാണ്ടിലുണ്ടായ ദൈവസഭ, ആ സഭയുടെ മോഡൽ, ആ സഭയുടെ ചരിത്രം ഈ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. ഇനി 9ാമത്തെ പോയിന്റ്, എങ്ങനെയാണ് സഭ പണിയേണ്ടത്, അത് ഈ പുസ്തകത്തിലാണ് ഉള്ളത്. നമ്മുടെ ഉപദേശിമാരൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. എങ്ങനെയാണ് സഭ പണിയേണ്ടത് എന്നുള്ളതാണ്. എങ്ങനെയാണ് സഭ പണിയേണ്ടത്? സഭയുടെ പണി, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭ പണിയുന്നത്
നമ്മളാണെന്നൊരു ധാരണ നമുക്കുണ്ട്. അതാ പ്രശ്നം. ഞാനാണ് ശ്രവണം ചെയ്യുന്നത്, അകപ്പെ ഗോസ്പൽ മിഷനാണ്, IPC ആണ്, AG ആണ്. ഈ ഡിനോമിനേഷൻ സ്പിരിറ്റ് കൊണ്ടാണ് പലയിടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഉദ്ദേശിച്ചാൽ പ്രസംഗിക്കാറില്ലയോ, ദാവീദും ഗോലിയാത്തും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നെന്ന്. പ്രസംഗിച്ചു തരുന്ന കുഴപ്പമൊന്നുമില്ല മക്കളെ, പക്ഷെ അവർ തമ്മിൽ വാസ്തവത്തിൽ യുദ്ധം നടന്നിട്ടേ ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ? നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക്, പിന്നെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ദാവീദും ഗോലിയാത്തും പെട്ടകവും പിന്നെ അങ്ങനെ ഹന്നാ പ്രവാചികയും അബ്രഹാമും മോറിയാമലയിലൊക്കെ ഉണ്ടെങ്കിലാണല്ലോ ഉപവാസം പൂർണ്ണമാകുള്ളൂ. ഉപവാസം അതിപ്പോ ഉച്ചവരെ പറഞ്ഞാലും 1-2 കല്ല് എടുത്ത് തീരുള്ളൂ, ബാക്കി കല്ല് നാളെ എടുക്കാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആ വേദഭാഗം ശരിക്കും പഠിച്ചു നോക്കണം. ഒരു ഭാഗത്ത് ഗോലിയാത്താണ്, മറുഭാഗത്ത് ദാവീദാണ്. ആ നോട്ടത്തിന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം പറയാൻ പോകും. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ദാവീദും ഗോലിയാത്തുമാണ്. പക്ഷെ ആത്മകൃപയുള്ളവൻ, ദൈവകൃപയുള്ളവൻ നോക്കുമ്പോൾ എന്താ കാണുന്നറിയാം? ദാവീദ് നോക്കിച്ച് പറയാണ്, 6 6 12 12 24 വിരല്, പടപ്പതടി കണക്കിന് നെഞ്ച്, അതിന്റെ വാള്, കുന്തം എല്ലാം കൂടെ ചേർന്ന് ഒത്തിരി ഉണ്ട്. പക്ഷേ അവന്റെ നെഞ്ചിനകത്തോട്ട്, അവന്റെ ഹൃദയത്തിനകത്തോട്ട് ദാവീദ് നോക്കിച്ച് പറയുന്നത്, ആഹാ, നിന്റെ ദേവന്മാരെല്ലാം ഇരിക്കുന്നിടേ നിന്റെ ഹൃദയത്തിനകത്ത് എന്താ പറയാണ്, നീ നിന്റെ ദേവന്മാരുടെ നാമത്തിൽ വരുന്നു. മറുഭാഗത്ത് ആരാന്ന് മനസ്സിലായല്ലോ? ഗോലിയാത്തിനെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ നെഞ്ചിനകത്ത് കിടക്കുന്ന ദേവന്മാരാണ് മറുവശത്ത് നിൽക്കുന്നത്. ഇപ്പുറത്താരാണ് ദാവീദ് പറയുന്നത്? ഞാൻ നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. അപ്പൊ ആര് തമ്മിൽ യുദ്ധം എന്ന് പറ? നമ്മൾ വെറുതെ വലിച്ചു കയറി ദാവീദും ഗോലിയാത്തെന്ന് പറയൊക്കെ ശരിയാണെങ്കിലും സത്യത്തിൽ അവിടെ ദാവീദ് ജയിക്കുന്ന കാരണം ദാവീദിന്റെ ദൈവവും ഗോലിയാത്തിന്റെ ദേവന്മാരും തമ്മിലാണ് യുദ്ധം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടുത്തെ പിന്നെ മർത്തോമ സഭയും കത്തോലിക്ക സഭയും പെന്തിക്കോസ്ത് സഭയും തമ്മിലല്ല മത്സരങ്ങൾ നടക്കുന്നത്. മറിച്ച് യഥാർത്ഥ ദൈവസഭയും പാതാള ഗോപുരങ്ങളും തമ്മിലാണ് മത്സരം. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾക്കെതിരെയാണ് സഭാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന് വ്യക്തമായി നിശ്ചിതമായി ദൈവദാസന്മാർ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ കത്തോലിക്കരെയും മർത്തോമക്കാരെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അവരെ കണ്ടാൽ മിണ്ടാൻ പറ്റും, ഒക്കെ പറ്റും. നമ്മുടെ ആൾക്കാരെ തന്നെ കണ്ടാൽ മിണ്ടാത്ത കാലമാണ്. IPCക്കാരും AGക്കാരും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് നമ്മുടെ സംഘടനയിലുള്ളവരാണ് നോക്കി അയലിലേക്ക് പറയുള്ളൂ. അതാ നമ്മുടെ ഗതികേടെന്ന് പറയുന്നത്. പോട്ടെ. അപ്പോ 10ാമത്തെ പോയിന്റിലേക്ക് വരാം. എങ്ങനെയാണ് സഭ പണിയേണ്ടത്? 9ാമത്തെ കാര്യം. 10ാമത്തെ പോയിന്റ്, ശിഷ്യന്മാരെ വാർത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. ഈ പുസ്തകം പഠിപ്പിക്കുന്നു എന്നുള്ളത് എങ്ങനെ ആവർത്തിച്ച് എഴുതേണ്ടതില്ല, അതൊന്നും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അതിന്റെ പോയിന്റ് മാത്രം എഴുതി. ഈ ശിഷ്യന്മാരെ വാർത്തെടുക്കേണ്ടത് എങ്ങനെ, അത്രയും മതി. അതിനപ്പുറത്ത് നമ്മൾ കടക്കേണ്ട കാര്യമില്ല. അപ്പൊ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ വാക്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസിയും ശിഷ്യൻ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തിനെയെങ്കിലും ഏതിനെയെങ്കിലും വിശ്വസിക്കുന്നവന്റെ പേരാണ് വിശ്വാസി. അത് ആർക്കും വിശ്വസിക്കും. ബസ്സിനകത്ത് കയറുമ്പം 5 ദൈവങ്ങൾ ഒരു കണ്ണാടിക്കൂട്ടിൽ കണ്ടിട്ടില്ലയോ? ശ്രീകൃഷ്ണനുണ്ട്, പരമശിവനുണ്ട്, യേശുക്രിസ്തുവുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ഒരു ചന്ദ്രക്കലയുണ്ട്. അപ്പൊ ആ ബസ്സിന്റെ ഓണർ യേശുവിനെയും വിശ്വസിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 4 പേരെ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ എന്തിനെയെങ്കിലും ഏതിനെയെങ്കിലും വിശ്വസിക്കുന്നവനാണ് വിശ്വാസം. എന്നാൽ ശിഷ്യൻ അതല്ല. ശിഷ്യനാരാ? എന്തിനെയാണോ വിശ്വസിക്കുന്നത്, ഏതിനെയാണോ വിശ്വസിക്കുന്നത്, അതിനുവേണ്ടി മരണം വരെ നിൽക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് വിശ്വാസം. മറക്കരുത്. എന്തിനെയാണോ വിശ്വസിക്കുന്നത്, ഏതിനെയാണോ വിശ്വസിക്കുന്നത്, അതിനുവേണ്ടി മരണം വരെ നിൽക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് വിശ്വാസം. വേദത്തിൽ എവിടെയെങ്കിലും വിശ്വാസികളെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പുറപ്പെട്ട ശിഷ്യന്മാരെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ വാർത്തെടുക്കണമെന്ന് ഈ പുസ്തകം തന്നെ പഠിപ്പിക്കുന്നു. നമ്മുടെ സഭയിലുള്ളവരെ നമ്മളെന്താ വിളിക്കുന്നേ? സഭാ വിശ്വാസികൾ. അതുകൊണ്ട് അവര് വേറെ സഭയിൽ പോകുന്നത്. നല്ല പാസ്റ്റർ ഒരുപാട് സഭയിൽ പോകും. നമ്മുടെ പാസ്റ്റർ പോയി കഴിയുമ്പോൾ 10 എണ്ണം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. എന്താ കാര്യം? നല്ല പാസ്റ്റർ നോക്കി, നല്ല സഭ നോക്കി അവർ നടക്കുക. സഭാ വിശ്വാസികളല്ല ആവശ്യം, ശിഷ്യന്മാരെയാണ് ആവശ്യം. ശിഷ്യന്മാർക്ക് കർത്താവിന് വിട്ട് പോകാൻ ഒക്കത്തില്ല.
പൗലോസ് പറയുന്ന അവന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ പച്ച കുത്തിയിരിക്കുന്നു. പച്ച കുത്തിയാൽ 40 സോപ്പ് 40 പ്രാവശ്യം തേച്ചു കുളിച്ചാലും മാറ്റാനൊക്കില്ല മക്കളെ. അതുകൊണ്ട് ഈ ക്ലാസ്സൊക്കെ നിമിത്തമായിട്ട് നമുക്ക് വിശ്വാസി എന്ന ലേബലിൽ നിന്ന് LKG UKG എന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലേക്കെല്ലാം കയറണം. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരായിട്ട് നമ്മൾ മാറണം. തിയോളജി പഠിപ്പിക്കുക ആദ്യം പറയുന്നത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുകയാണ്. നിങ്ങൾ പഠിച്ചത് മറ്റൊരാളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്തോന്നിനാ പഠിക്കുന്നത്? അത് പഠിപ്പിക്കുന്നവനാണ് ശരിയായ പഠിതാവെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. 2 സെമസ്റ്റർ കഴിഞ്ഞില്ലയോ? അപ്പൊ നിങ്ങൾ 2 സെമസ്റ്ററിൽ പഠിച്ചു വെച്ച കുറിച്ചു വെച്ച നോട്ടെല്ലാം കൂടെ എന്തോ ചെയ്തു? എല്ലാം കൂടെ കുറിച്ചു വെച്ച് ആക്രിക്കടയെ കൊണ്ട് കൊടുത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ? അല്ല, നിങ്ങളിത് പഠിപ്പിക്കണം. നിങ്ങളിത് പഠിപ്പിക്കുമ്പോഴാണ്, നിങ്ങളിത് പറയുമ്പോഴാണ് നിങ്ങൾ ശിഷ്യന്മാരായി മാറുകയുള്ളൂ. അപ്പോ 11-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. 11-ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പം ചെറിയ ആട്ടിൻകൂട്ടം വലിയ ലോകത്തെ എങ്ങനെ കീഴ്മേൽ മറിക്കുന്നു, അതാണ് നമ്മളത് കാണുന്നത്. ഞാൻ 10-20 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു 10-19 കാര്യങ്ങൾ നമുക്ക് നിർത്താൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന 11-ാമത്തെ കാര്യമാണ് ചെറിയ ആട്ടിൻകൂട്ടം വലിയ ലോകത്തെ എങ്ങനെ കീഴ്മേൽ മറിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ ചെറിയ ആട്ടിൻകൂട്ടമാണ്, ഇല്ലേ? ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മളെ എങ്ങോട്ട് അയച്ചെന്ന് വല്ല അറിയാമോ? അതൊക്കെ രസകരമായ പഠനമല്ലയോ, ഇല്ലേ? ചെറിയ ആട്ടിൻകൂട്ടത്തെ എങ്ങോട്ട് അയക്കുന്നേ? നമ്മൾ കുഞ്ഞാടുകളാണല്ലോ, എവിടേക്ക് അയക്കുന്നേ? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കുന്നത്. എന്റെ പൊന്നച്ചാ, ചെന്നായ്ക്കളുടെ നടുവിലേക്കൊക്കെ ആരെ അയക്കേണ്ടത്? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കേണ്ടത് ഒരു ചെന്നായയോ അതിനേക്കാൾ മേലുള്ള കരടിയോ സിംഹമോ ആരെങ്കിലും അല്ലേ അയക്കേണ്ടത്? നമ്മളെയാണ് അയക്കുന്നത്. എന്നിട്ട് ആളെ പറയുകയാണ്, ഭയപ്പെടേണ്ട, സ്തോത്രം, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞാടുകളാണെങ്കിലും ചെന്നായ്ക്കളുടെ മുമ്പിലേക്ക് ആ സുവിശേഷ വേലയുമായി പോകുന്നെങ്കിലും നമ്മുടെ കൂടെയുള്ളവൻ ഒരു ചെന്നായല്ല, കടിച്ചുകീർന്ന ചെന്നായല്ല, കാട്ടിലെ രാജാവ് അല്ല, ലോകത്തിന്റെ രാജാവ്, യഹൂദ ഗോത്രത്തിലെ സിംഹം നമ്മുടെ കൂടെയുണ്ട്. ഈ ചിന്തയിൽ വേണം കർത്താവിന്റെ വേലയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ആ ചെറിയ ആട്ടിൻകൂട്ടം വലിയ ലോകത്തെ എങ്ങനെ കീഴ്മേൽ മറിക്കുന്നു, അതാണ് ഇവിടെ നമ്മൾ ഈ പുസ്തകം പഠിക്കാൻ പോകുന്നത്. അതിന്റെ 13-ാമത്തെ എത്ര നമ്പർ? 12 ആണെന്ന് തോന്നുന്നു, അല്ലേ? 12ലേക്ക് വരാം. താക്കോൽ ആശയം എന്താണെന്നറിയാം? ഈ പുസ്തകത്തിന്റെ താക്കോൽ ആശയം എന്ന് പറയുന്നത് സഭാ വളർച്ചയാണ്. സഭാ വളർച്ച എന്ന് പറഞ്ഞാൽ ശിശു വളരുന്ന പോലെ സഭ വളരണം, അതാണ് ഈ പറയുന്നത്. അപ്പോ താക്കോൽ ആശയം എന്താ? സഭ വളരണം. സഭ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിശ്വസിച്ചവര് 70, 120, 3000, 4000, 5000, 7000 അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി എണ്ണം എങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനടക്കമുള്ള ഞങ്ങളുടെ ഉപദേശിമാര് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ഒറ്റ വാക്കുള്ളത് കൊണ്ടാണ്. എന്താണെന്നറിയാമോ? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ട്. ആ വാക്യമില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം പണ്ടേ കിട്ടി തൂങ്ങി ചത്തേനെ. കാരണം സഭയിൽ ആകെ 5-6 പേരേ ഉള്ളൂ. അവരിരിക്കുന്ന ഒരു കാലം കുറയായി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചെറുപ്പത്തിൽ സൂചനവരേക്ക് ഇറങ്ങിയപ്പം പറഞ്ഞു, 50 വയസ്സ് വരെ എനിക്ക് സഭ വേണ്ട. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 50 വയസ്സ് വരെ സഭ വേണ്ട. കാരണം വെയിൽ കൊള്ളണം, നടക്കണം, ട്രാക്ട് കൊടുക്കണം, പരിശോധന നടത്തണം. ഇപ്പൊ പരിശോധന പോയിട്ട് വരിക, ഞാനും എൻ്റെ ഭാര്യയും മോളുടെ കൊച്ചും കൂടെ. ഞങ്ങൾ പോയി പരിശോധന നടത്തിച്ച് വരികയാണ്. കുഴപ്പംപടിയിൽ പരിശോധന നടത്തിയിട്ട് വരിക. ആദ്യത്തെ ഞങ്ങളുടെ വയൽ കോളേജിന്റെ ആദ്യത്തെ ബാച്ച്, കഴിഞ്ഞ വർഷത്തെ ബാച്ച് 80 പേര് പഠിച്ചിറങ്ങി. അതിൽ അവർ നല്ല ടീമാണ്, ഒരു വിദ്യാർത്ഥികളുടെ സംഘടന. 3 ദിവസമായിട്ട് അവർ 10-30 പേര് കുറുപ്പുംപടിയിൽ ലാൻഡ് ചെയ്ത് അവിടെ ഭവന സന്ദർശനം നടത്തി വരികയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വെയിൽ കൊള്ളണം, എനിക്ക് സുവിശേഷം അറിയിക്കണം. ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാം ഞാൻ പറയും, നിങ്ങൾക്ക് സുവിശേഷ വേലയിൽ പൗലോസ് ആകണമോ പത്രോസ് ആകണം? ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എന്നെ വിളിച്ചു പറഞ്ഞേച്ചാൽ മതി കേട്ടോ. എൻ്റെ വാട്സാപ്പിൽ ഉത്തരം ഇട്ടാൽ മതി.
നിങ്ങൾക്ക് സുവിശേഷ വേലയിൽ പൗലോസ് ആകണമോ പത്രോസ് ആകണമോ? ആരാകണമെന്ന് ഈ മിഷണറി യാത്ര കഴിയുമ്പോഴേക്കും തീരുമാനിക്കാം. ചോദ്യം ഉള്ളിൽ അവിടെ കിടക്കട്ടെ. അപ്പോ ഒരു ശിശു വളരുന്നത് പോലെ ശിശു വളരുന്നു, കമിഴുന്നു, പല്ല് വരുന്നു, മുട്ടുകുത്തുന്നു, പിടിച്ച് പിച്ച വെച്ച് നടക്കുന്നു, കൈവിട്ട് നടക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ശിശു വളരുന്നത് പോലെ. അപ്പൊ നമ്മൾ എന്താ പറയുക? കൈ വളരുന്നു, കാല് വളരുന്നു. ഇങ്ങനെ സഭ വളർച്ചയിലേക്ക് വരണം. എന്റെ പൊന്നമ്മേ, ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? പണ്ട് ഞങ്ങൾ ഈ സൈക്കിൾ ഓട്ടാൻ പഠിക്കുമ്പോഴേ ഒന്ന് പഠിച്ചു എന്ന് മനസ്സിലായാലും അപ്പം തന്നെ പിന്നെ അടുത്ത പരിപാടി 2 കൈയും വിട്ട് ഓടിക്കുക എന്നുള്ളത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ പണിയുണ്ട്. ഒന്ന് പഠിച്ചു ഒരുവിധം ബാലൻസ് ആയ പിന്നെ അടുത്ത പരീക്ഷണം ഇറക്കത്തിൽ 2 കൈയും വിട്ടിച്ച് പോവുക എന്നുള്ളതാണ്. ഭയങ്കര സ്പീഡിൽ. അതൊരു ശീലമാണ്. അത് ഇന്നത്തെ മിക്കവാറും സഭകൾ ഇറക്കത്തില്ല, 2 കൈയും വിട്ട് ഞാൻ വെറുതെ എന്നും പറഞ്ഞു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് 2 കൈയും വിട്ട് പോവുക. ദൈവം തമ്പുരാനെ, ഈ യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇറക്കത്തിലാണെന്നാ. മനസ്സിലായോ? കയറ്റം വരുന്നേ ഉള്ളൂ മക്കളെ. കയറ്റത്തിലാണ് പഠിച്ചവന്റെ മുഴുവൻ പ്രാക്ടീസും. അത് പ്രാക്ടീസ് ചെയ്യാനുള്ളത്, റെക്കോർഡിക്കലായി പഠിച്ചത് പ്രാക്ടിക്കലായി കൊണ്ടുവരാനുള്ള വേദികൾ എന്ന് പറയുന്നത് കയറ്റങ്ങളാണ്. ജീവിതത്തിൽ ഇറക്കം മാത്രം ശീലിക്കരുത്, സുഖം മാത്രം ശീലിക്കരുത്. ആ കയറ്റം കൊണ്ട് ശീലിച്ചാലേ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം അതിന്റെ പെർഫെക്ഷനിലേക്ക് നമ്മൾ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് താക്കോലാശയം വളരുക എന്നുള്ളതാണ്. സഭ വളരണം, നിങ്ങളുടെ സഭയും വളരണം. അതിന്റെ അടുത്ത പോയിന്റ് എത്രാമത്തെയാണ്? എനിക്ക് തോന്നുന്നു 13-ാമത്തെ കാര്യം. ക്രിസ്തീയ കഷ്ടതയുടെ മാഹാത്മ്യം എന്താണെന്നറിയാൻ ഈ പുസ്തകം പഠിക്കണം. ക്രിസ്തീയ കഷ്ടതയുടെ മാഹാത്മ്യം. ക്രിസ്തീയ കഷ്ടതയെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. ഹിന്ദുമതം, ബുദ്ധമതം, സിഖ് മതം, ജൈനമതം, ഗ്രേക്കരുടെ മതം, ഇസ്ലാം മതം, ഇവരെല്ലാം പറഞ്ഞാൽ കഷ്ടത ഭാഗ്യമാണ് എന്ന് പറയുന്നവരുണ്ട്. ഭാഗ്യമാണെന്ന് പറയുന്നവർ അതൊന്നും എഴുതാനുള്ളതല്ലായിരുന്നു. അതുപോലെ കഷ്ടത ശാപമാണെന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ചില സഭക്കാരങ്ങനെയാ പറയുന്നത്, കഷ്ടത ശാപമാണ്. എനിക്കൊന്ന് ഈ ന്യൂജി എന്നും പറഞ്ഞ് ചിലര് വിളിക്കുന്ന കുറെ സഭയുണ്ട്. ന്യൂജി എന്ന് പറഞ്ഞ ന്യൂ ജനറേഷൻ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞു തരുന്ന കുഴപ്പമൊന്നുമില്ല. ന്യൂ ജനറേഷൻ ഉണ്ട്, അങ്ങനെ പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഈ വേഗത കൂടുമ്പോഴാണോ അങ്ങനെ പറഞ്ഞ് എനിക്കറിയത്തില്ല. നമ്മൾ ഈ 4G 5G 3G 4G ഒക്കെ എന്ന് പറയുന്ന പോലെ സ്പീഡ് കൂട്ടുമ്പോൾ എന്തായി ഈ ന്യൂജി ആകുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ അവരെയൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്പീഡാണ്. ശാന്തമായിട്ട് പറയുന്ന ആൾക്ക് അറിയത്തില്ല. എന്തെങ്കിലും ആട്ടെ, നല്ല കാര്യങ്ങൾ അവരിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ പറഞ്ഞ കഷ്ടത ശാപമാണെന്നാ. നിന്നെ കഷ്ടതയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളതല്ല, ബുദ്ധിമുട്ട് വിളിച്ചിട്ടുള്ളതല്ല. കർത്താവിനെ വിശ്വസിച്ചാൽ യാതൊരു കഷ്ടതയുമില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണ്, കൈകൾ കുപ്പിക്കൊണ്ട്. അത് സുവിശേഷത്തിന്റെ ഒരു തട്ടിപ്പാണ് കേട്ടോ. സുവിശേഷത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്നവരെ വചനം പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കഷ്ടതയുമില്ലെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തുമില്ല. 4 വാക്യങ്ങൾ തരാം. ലൂക്കോസ് 9:24. ലൂക്കോസ് 9:24 പെട്ടെന്ന് വന്ന് പറയുന്നതാ. തിമോത്തിയോസ് 3:12. 2 തിമോത്തിയോസ് 3:12. യോഹന്നാൻ 16:33. 1 ഫിലിപ്പിയർ 1:29. 4 വാക്യങ്ങൾ പറഞ്ഞു. ലൂക്കോസ് 9:24, 2 തിമോത്തിയോസ് 3:12, യോഹന്നാൻ 16:33, ഫിലിപ്പിയർ 1:29. ഇവിടെ എല്ലാം നമ്മൾ പറയുന്നത് കഷ്ടതയുണ്ടെന്ന. കഷ്ടതയുണ്ടെങ്കിൽ സിദ്ധത ഉളവാക്കാൻ പറ്റുള്ളൂ. സിദ്ധതയുണ്ടെങ്കിലേ പ്രത്യാശ ഉളവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തിരമാലകൾ ഇല്ലാത്ത കടൽ കാണാനേ ഭംഗിയില്ല എന്ന് കണ്ടുകൊണ്ട് ആരും മീൻ പിടിക്കാതിരിക്കാന്നല്ല. ആഴെ കടലിൽ മീൻപിടുത്തത്തിന് വലയിറക്കാൻ ഒരു മുക്കുവിന് കഴിയണം. അവരുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല, പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഞാൻ തീർത്ത് പറയുന്ന ഒരു വാചകത്തിൽ പറയുന്നു, നിങ്ങൾക്ക് യാതൊരു വെല്ലുവിളികളും ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ക്രൂശിൽ നിന്ന് കെട്ടഴിഞ്ഞു എന്നാണ്. ക്രൂശിലാണെങ്കിൽ അതിനർത്ഥം വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന്. യേശു 33 വർഷം ജീവിച്ചു, ആരും വെല്ലുവിളിച്ചില്ല. യേശു ലോകത്തെ വെല്ലുവിളിച്ചു. യേശു ക്രൂശേ കയറിയപ്പം ഒരു ഞാഞ്ഞൂല് യേശുവിനെ വെല്ലുവിളിച്ചു. കണ്ടോ? നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അപ്പൊ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകുന്ന എപ്പോഴാ? ഞാൻ ക്രൂശിൽ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുമ്പോഴേ വെല്ലുവിളിയുള്ളൂ. ആർക്കുമില്ലാത്ത വെല്ലുവിളികൾ, ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ, ആർക്കുമില്ലാത്ത ദുരിതങ്ങൾ
എനിക്കുണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങൾ ക്രൂശിൽ തന്നെ കിടക്കുകയാണ്. നിങ്ങൾ ക്രൂശിന് അനുഭവമുള്ളവരാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ കൂടെയുള്ളവരാണ്. ക്രൂശ് എന്നും ക്രൂശല്ല മക്കളെ, അത് നിമിഷങ്ങൾ കഴിയുമ്പോൾ താഴെ ഇറക്കും. 3-ാം ദിവസം കർത്താവ് അതിനെ പൊട്ടിച്ച് പുറത്ത് വരും. അതുകൊണ്ട് വെല്ലുവിളികളെ ദൈവമക്കൾ അതിജീവിക്കുന്ന സമയം വരും. കഷ്ടത വരമാണെന്ന് വിശ്വസിക്കണം. ഫിലിപ്പിയർ 1:29. കഷ്ടത വരമാണെന്ന് വിശ്വസിക്കണം. പറ്റുമോ? പറ്റിയാലും പറ്റിയില്ലെങ്കിലും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. കഷ്ടത വരമാണെന്ന് വിശ്വസിക്കണം. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. 14-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ള പുസ്തകമാണ് അപ്പോസ്തലർ. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 50 പ്രാവശ്യം വെരി കറക്റ്റ് ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിപ്പോ തിയോളജി ഒന്നും എടുക്കുന്നില്ല. അറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ത്രിയേക ദൈവത്തെ കുറിച്ചൊക്കെ പറയാൻ കണ്ടമാനം സമയമാണ്. ഞാൻ പണ്ട് ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ എങ്ങോട്ട് തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ക്ലാസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ റിവിഷൻ നടത്തുക. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് പോലും മനസ്സിലായോടാ? അപ്പൊ ഞാൻ പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധ വ്യത്യാസം പോലും മനസ്സിലായി. അപ്പൊ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ, കുറച്ച് മലയാളം അറിയാം, അവൻ പറയാ, സാർ മനസ്സിലായി സാർ. ഞാൻ പറഞ്ഞു, നീ എഴുതിട്ടൊന്ന് പറ, മറ്റു പിള്ളേർ കേൾക്കട്ടെ, അടുത്ത ആഴ്ച പരീക്ഷയല്ലേ. അപ്പൊ അവൻ പറയാ, പിതാവിനേക്കാൾ 50 ഗ്രാം തൂക്കം കുറവാണ് യേശു ക്രിസ്തുവിന്. ദൈവം തമ്പുരാൻ. പിന്നെ അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്, ഞാൻ പറഞ്ഞു പറയണ്ട, ഇരുന്നോ, പരിശുദ്ധാത്മാവിന് തൂക്കമേ കാണാൻ വഴിയില്ല മിക്കവാറും. അപ്പൊ ഇവൻ 3 കൊല്ലം പഠിച്ചിട്ട് മനസ്സിലായത് 50 ഗ്രാം തൂക്കം വീതം കുറവുള്ളവരാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. തെറ്റിദ്ധരിക്കരുത്. പിതാവ് ദൈവമാണെന്ന് 50 വാക്യമുണ്ട് ബൈബിളിൽ, കറതീർന്ന വാക്യം. പുത്രൻ ദൈവമാണെന്ന് സെയിം 50 വാക്യമുണ്ട്. പരിശുദ്ധാത്മാ ദൈവമാണെന്ന് ക്ലിയർ ആയിട്ട് അതേ 50 വാക്യമുണ്ട്. അതുകൊണ്ട് 1 ഇഞ്ച് കുറഞ്ഞതല്ല, ഒരു പണവട കുറഞ്ഞതല്ല, ഒരു അരക്കഴഞ്ച് കുറവില്ല പരിശുദ്ധാത്മാവിന്. ഈ പുസ്തകം പഠിച്ചാലാണ് പരിശുദ്ധാത്മാവിനെ ആളത്വം, ദൈവത്വം, വ്യക്തിത്വം, ഇത് 3ഉം ക്ലിയർ ആക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികളിലാണ്. കാരണം അവൻ എന്നുള്ള പദങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ദൈവം എന്ന പദത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു, ഈ വക പദപ്രയോഗങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയെ കാണത്തുള്ളത്. കൊണ്ട് പരിശുദ്ധാത്മാവിനാണ് ഈ പുസ്തകത്തിൽ പ്രാധാന്യം. 50-ൽ പരം പ്രാവശ്യം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15-ാമത്തെ പ്രത്യേകത, സുവിശേഷ വേലയുടെ മാഹാത്മ്യവും അതിന്റെ പ്രാധാന്യതയും ഈ പുസ്തകം വിളിച്ചു പറയും. എന്താണ് സുവിശേഷ വേലയുടെ മാഹാത്മ്യവും പ്രാധാന്യതയും ഈ പുസ്തകം വിളിച്ചു പറയും? അത് ഞാൻ പ്രകാലെ വിശദീകരിക്കാം. അടുത്ത ഭാഗം 2, അതായത് ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് 16 ആയിരിക്കും അല്ലേ. 2 അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളാണ് ഈ പുസ്തകം. ഏതാ 2 അപ്പോസ്തലൻ? ഇവിടെ പറയുന്നത് പത്രോസിന്റെ കാര്യമാണ്. പത്രോസ് 1-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ പത്രോസാണ് ഇവിടെ നിഴലിച്ച് നിൽക്കുന്നത്. അപ്പോ അടുത്ത പോയിന്റ്, രണ്ടാമത്തെ അപ്പോസ്തലൻ പൗലോസാണ്. അത് 2-ാമത്തെ പോയിന്റ് ആയിട്ട് ഇറങ്ങണം. അതായത് 17-ാമത്തെ പോയിന്റ് ആയിട്ട് എടുക്കണം. പോൾ 13-ാം അധ്യായം മുതൽ 28-ാമത്തെ അധ്യായം വരെ പൗലോസിന്റെ പ്രവർത്തികളാണ് ഈ പുസ്തകത്തിൽ. അപ്പോ 1-ാമത്തെ പോയിന്റിൽ 2 അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളാണ് ഈ പുസ്തകം. നമ്പർ 1 പത്രോസ് 1 മുതൽ 12 വരെ. നമ്പർ 2 പൗലോസ് 13-28 വരെ. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്കിതിൽ ആരാകണം ഒന്ന് പറഞ്ഞേക്കണേ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചുമ്മാ ചോദിക്കും, നിങ്ങൾക്ക് പൗലോസ് ആകണമോ, സുവിശേഷ വേലയിൽ പൗലോസ് ആകണമോ, പത്രോസ് ആകണമോ? മിക്കവാറും പേര് പറയുന്നത് സുവിശേഷ വേല ചെയ്തെങ്കിലല്ലേ ആവുള്ളൂ സാറേ, ഞങ്ങളിങ്ങനെ പഠിക്കാൻ വന്നിരിക്കുക, അല്ലാണ്ട് സുവിശേഷ വേലയ്ക്കൊന്നും പോകാനല്ലെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. ഇതൊക്കെ പഠിച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അടുത്തത് 18-ാമത്തെ പോയിന്റ് അല്ലയോ? 18 അല്ലയോ? നിങ്ങൾ ആരെങ്കിലും മിണ്ടുന്ന കേൾക്കത്തില്ല, എങ്ങനെ കാണിച്ചാൽ മതി. 18 അല്ലയോ അടുത്തത്? ഓക്കെ, ജോബി ബ്രദർ. ഓക്കെ, ജോബി പാസ്റ്റർ ആണോ സാറാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും ജോബി ബ്രദർ എന്നങ്ങ് തൽക്കാലം വിളിക്കുക. പോരായ്മ ഒന്നെങ്കിൽ ക്ഷമിക്കുക, സഹകരിക്കുക. അപ്പോ 18-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? 28 അധ്യായങ്ങൾ
1005 വാക്യങ്ങൾ. ഇതാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. 28 അധ്യായങ്ങൾ, 1005 വാക്യങ്ങൾ. ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളം. ഇംഗ്ലീഷിൽ 1007 വാക്യങ്ങളുണ്ട്. കേട്ടോ, 28 അധ്യായങ്ങൾ, 1005 വാക്യങ്ങൾ. ഇംഗ്ലീഷിൽ 1007 വാക്യങ്ങളുണ്ട്. ആ വ്യത്യാസം കൂടെ പറഞ്ഞേക്കാം. ബൈബിൾ പഠിക്കില്ലയോ നമ്മൾ? അതായത് 2 വാക്യങ്ങളുടെ വ്യത്യാസം വരുന്ന എവിടാന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ മലയാളത്തിൽ 40 വാക്യമേ ഉള്ളൂ, ഇംഗ്ലീഷിൽ 41 വാക്യമുണ്ട്. അതുപോലെ 28-ാം അധ്യായത്തിൽ മലയാളത്തിൽ 30 വാക്യമുണ്ട്, ഇംഗ്ലീഷിൽ 31 വാക്യമുണ്ട്. ഈ വ്യത്യാസമാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഏതൊരു ഉപദേശിമാര് അപ്പോസ്തലപ്രവൃത്തിയിൽ 1005 വാക്യമേ ഉള്ളെന്ന് പറഞ്ഞാൽ, അല്ല സാറേ 1007 ഉണ്ടെന്നും പറഞ്ഞ് പ്രസംഗ സ്റ്റേജിൽ വെച്ചൊന്നും കറക്റ്റ് ചെയ്യാൻ പോകരുത്. ഇതാണ് അതിന്റെ കറക്ഷൻ എന്നുള്ളത് പഠിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. 19-ാമത്തെ കാര്യം, ചെറിയ അധ്യായം 6-ാം അധ്യായമാണ്, വലിയ അധ്യായം 7-ാമത്തെ അധ്യായമാണ്. തൊട്ടടുത്തടുത്ത 6-ാം അധ്യായം ചെറിയ അധ്യായമാണ്. അതിൽ 15 വാക്യങ്ങളേ ഉള്ളൂ. 7-ാം അധ്യായത്തിൽ 60 വാക്യങ്ങളുണ്ട്. അതാണ് 19-ാമത്തെ പ്രത്യേകത. ദെൻ ഫൈനൽ 20-ാമത്തെ പ്രത്യേകത, നമ്മൾ ഒരു പ്രാർത്ഥന ഈ ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് 20-ാമത്തെ പോയിന്റ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തികൾ ആവർത്തിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്നൊരു പ്രാർത്ഥന എഴുതി വെച്ചോ. കാരണം പ്രാർത്ഥിച്ചില്ലേലും എഴുതി വയ്ക്കും. അപ്പോസ്തല പ്രവൃത്തികൾ തുടരുവാൻ, ആവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതാണ് ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 1007 വാക്യം 28 അധ്യായത്തിൽ കൂടെ അവസാനിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച് പുസ്തകം തുറന്നേ. 1-ാമത്തെ വാക്യം വായിക്കാനെങ്കിലും ആരാ സാധാരണ വാക്യം വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം പറയുന്ന ആൾ ആദ്യം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുക. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. താങ്ക് യു സിസ്റ്ററെ. ഓമന സിസ്റ്റർ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അവസാനത്തെ വാക്യം വായിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വായിച്ച്. വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഓക്കെ, നിങ്ങൾ ഇനി എന്റെ മുഖത്തോട്ട് നോക്കിയാട്ടെ. എന്താ നമുക്ക് മനസ്സിലായത്? എന്നെ വളരെ ചലഞ്ച് ചെയ്ത 2 വാക്യങ്ങൾ. അതിനറിയാമോ? ആ പുസ്തകം ആരംഭിക്കുന്നത് ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. ആ ചരിത്രം അവസാനിക്കുന്നുണ്ടോ മക്കളെ? അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഉപദേശിച്ചും പോന്നു. അവിടെ ഫിനിഷിംഗ് ഉണ്ടോ? അച്ഛാ നിതീഷ് CR അച്ഛാ, ആരാന്ന് എനിക്കറിയത്തില്ല. പാസ്സാന്നോ? പാസ്സല്ല. കണ്ടിട്ട് പാസ്സ പോലെ ഇരിക്കുന്നത്. ഒരു പാസ്സാകാൻ ദൈവം സഹായിക്കട്ടെ. അടിമിഷയൊക്കെ പഠിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും അവിടെ അച്ഛാന്നൊക്കെ ചുമ്മാ വിളിക്കുന്നതാണ്. എനിക്ക് പ്രായമുണ്ട്, കാണുമ്പം അച്ഛാന്നല്ലേ വിളിക്കാനൊക്കെ എത്തുള്ളൂ. അവസാനം എന്താ? ഉപദേശിച്ചും പോന്നു. ഓമന സിസ്റ്ററെ, അവിടെ ഫിനിഷിംഗ് ഉണ്ടോ? ഇല്ല. അവിടെ കുത്തുണ്ട്. അത് പ്രിന്റിങ്ങിന്റെ മര്യാദയാണ്. ശരിക്കും ഡോട്ട് 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 ഉപദേശിച്ചും പോന്നു. അതാ വരേൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ ചരിത്രം ആരംഭിച്ചിട്ടേ ഉള്ളൂ, അവസാനിച്ചിട്ടില്ല. എന്നെ മുതൽ നോക്കിക്കട്ടെ. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പഠിക്കുന്നവർ എന്തോ പ്രാർത്ഥിക്കണം? കർത്താവേ, ഇത് തുടരുന്ന പ്രവൃത്തിയാണെങ്കിൽ, ആവർത്തിക്കപ്പെടുന്ന ചരിത്രമാണെങ്കിൽ, ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പം എന്റെ ജീവിതത്തിൽ അത് ആവർത്തിക്കുവാൻ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകും. സ്തോത്രം. അപ്പോ 20 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ സുവിശേഷ വേലയുടെ മാഹാത്മ്യം എന്നൊരു വിഷയം ഞാൻ ഇതിനകത്ത് പറയുകയുണ്ടായി.
എല്ലാ പോയിന്റിലും 20 പോയിന്റിലും സുവിശേഷ വേലയുടെ മാഹാത്മ്യമാണ് ഇന്നത്തെ പറയുന്നത്. ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് സുവിശേഷ വേല പണമുണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ സുവിശേഷ വേലക്കാരൊക്കെ നല്ലൊരു ശതമാനം അതിനകത്ത് വരും. പണമുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരാണ് പൊതുവെ ആളുകൾ, അല്ലേ? പണ്ടൊരിക്കെ എന്നെ ഒരാൾ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ പഠിപ്പിച്ചൊരു പയ്യനാണ്, കുറെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പ്രസംഗം ചെന്നപ്പം എന്നെ കണ്ടപ്പോ ഞാൻ ഇച്ചിരി അങ്ങനെ ഈ ജുബായും ഒരു പഴയ ഒരു ഭാഗത്തോടെ തൂക്കി. അത് എനിക്ക് എന്റെ പ്രായത്തിന്റെ പകുതി വയസ്സുണ്ട് എന്റെ ഭാഗ്യം. എന്നെ കണ്ടപ്പം പുള്ളി ചോദിച്ചു, സാറിന് സുഖമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുഖം. രണ്ടാമത്തെ കാറിൽ കയറിയപ്പോഴും ചോദിച്ചു, സുഖമല്ലേ? സുഖമാ. അദ്ദേഹത്തെ റൂമിൽ എന്നെ താമസിപ്പിച്ച് AC ഓൺ ചെയ്ത് ചോദിച്ചു, സാറിന് സുഖമല്ലേ? ഞാൻ പറഞ്ഞു, ആ മൂന്നാമത്തെ പ്രാവശ്യം ആളുടെ നീ ചോദിക്കുന്നത് സുഖമല്ലേ, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു. അല്ല, എന്റെ മറ്റം മാതിരിയും കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നി ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലായോ. ഞാൻ ഇതിലൊക്കെ ചക്രം കാശുള്ളവനല്ലെന്ന് പുള്ളിക്ക് തോന്നിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പം യോഗമെല്ലാം കഴിഞ്ഞു പോന്നു. അപ്പോ എന്നോട് വേറൊരു പയ്യൻ വിളിച്ചു, സാറ് ഇവിടെ വന്ന് അറിഞ്ഞില്ലല്ലോ. അവനും എന്റെ വിദ്യാർത്ഥിയാണ്. ഞാൻ പറഞ്ഞ മോനെ പെട്ടെന്ന് വന്നതിനെ അറിയും, നീ അവിടെ ഞാൻ അറിഞ്ഞില്ല. ഇന്നയാള് ഭയങ്കര സാമ്പത്തികമൊക്കെ ആയല്ലോടെ പറഞ്ഞു. ഇല്ല സാറേ, അവനെങ്കിലും 10 പൈസയില്ല. ഞാൻ പറഞ്ഞു, കാറുണ്ടല്ലോ. എന്റെ കാറാ. അപ്പൊ അവൻ വെച്ച റെയ്ബാനിന്റെ കണ്ണടയോ എന്റെ ഡാഷ്ബോർഡിൽ കിടന്ന, വീടോ വാടക, AC യോ കഴിഞ്ഞ ആഴ്ച ഞാൻ ബജാജ് ഇന്റർവ്യൂ എടുത്ത് വാടക എടുത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അവന് സ്വന്തമൊന്നും ഇല്ലടേ. അപ്പൊ അവൻ പറഞ്ഞു, ഭാര്യ 2 പിള്ളേരുണ്ട് സാറേ, വേറെ ഒന്നുമില്ല. അപ്പോ ഇവരെല്ലാം ആഗ്രഹം ഉള്ളി കിടക്കുന്നത് ഭയങ്കര പണക്കാരാകണം. ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോടും നിങ്ങളുടെ ആശയത്തോടൊക്കെ യോജിക്കുന്ന എനിക്ക് അറിയത്തില്ല. 8.25 കോടി രൂപ, അത് അത്രയാണോന്നും എനിക്ക് കൃത്യമില്ല. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവാണ് ഈ പറയുന്നത്. കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ. 8.25 കോടി രൂപ 1-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണം. ഇന്ന് 2 കപ്പലിന്റെ വില കേട്ടോ. ഈ പൈസ അല്ലെങ്കിൽ ഈ 2 കപ്പൽ ഇട്ടേച്ചാണ് പൗലോസ് കർത്താവിന്റെ പിറകെ പോയത്. ആ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മനസ്സിലായോ? എന്തുവാച്ചാ വാർദ്ധക്യത്തിൽ ആഗ്രഹിച്ചത് അറിയാമോ? നിങ്ങൾക്ക് എന്തുവാ വാർദ്ധക്യത്തിൽ വേണ്ടിയത്? ഒന്ന്, ഒരു ഭക്തനാണെങ്കിൽ ഇതാണ് ഇപ്പുറത്ത് എന്റെ പുസ്തകം ഇവിടെ ഇരിക്കുക. ഞാനിപ്പോൾ 1000 പുസ്തകം ഞങ്ങളുടെ ലൈബ്രറിയിലേക്ക് അഗപ്പെ ബൈബിൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ സംഭാവനയായിട്ട് കൊടുത്തു. ബാക്കിയുള്ള ഇവിടെ ഇരിപ്പുണ്ട്. ഷായിച്ചാനിരിക്കുന്ന കണ്ട പുറകിൽ കുറച്ച് അവാർഡ് കിട്ടിയ സംഗതികളും പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ശരിക്ക് പഠിക്കുന്നവർക്ക് വാർദ്ധക്യത്തിൽ വേണ്ടത് ഒരു പുസ്തകമാണ്. ഇനി എന്തോ കുളിര് കോരുന്ന ചർമ്മം പുതയ്ക്കാൻ ഒരു പുതപ്പും വേണം. അല്ലാതെ എന്തോ വേണ്ടിയത്? ആ 2 സംഗതികൾ ആ മനുഷ്യന് കിട്ടാൻ വിഷമിച്ചെന്നേ. ദൈവമക്കള് പഠിക്കണം. 8.25 കോടി സ്വത്ത് പിറകിലോട്ട് എറിഞ്ഞിട്ട് വേസ്റ്റ് ബോക്സ്, നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കണമെങ്കിൽ എവിടെ ഇടണം? വേസ്റ്റ് ബോക്സിൽ ഇടണം. അങ്ങനെ ഇട്ടു, അതാ തെളിവ്. പിൻപിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിനായി. അപ്പൊ എവിടെ മറക്കണമെങ്കിൽ എവിടെ ഇടണം? വേസ്റ്റ് ബോക്സിൽ ഇട്ടു. ഇത് പറയാണ്, ഒരു പുതപ്പ് കിട്ടിയാൽ കൊള്ളായിരുന്നു, വായിക്കാൻ ഒരു പുസ്തകം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പ്രിയമുള്ളവരെ, കപ്പൽ വിട്ടിട്ട് കർത്താവിന്റെ പിറകെ പോകുന്ന ഒരു ഭക്തനെയാണോ നിങ്ങൾ റോൾ മോഡലാ? കർത്താവിനെ കൊലോസ്യർ 1:3-5 വരെ സുവിശേഷ വേലക്കാരെ എങ്ങനെ സജ്ജരാക്കണം, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സുവിശേഷ വേലയുടെ മാർഗരേഖ എന്തായിരിക്കണം, അതിന്റെ ബഡ്ജറ്റ് സ്ട്രക്ചർ എന്തായിരിക്കണമെന്ന് അപ്പോസ്തലപ്രവൃത്തി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ലോകത്തെ അറിയാൻ ലോക ചരിത്രം പഠിക്കണം. എന്നാൽ സഭയെ അറിയാൻ ഈ പുസ്തകം പഠിക്കണം. അതാണ് ലോകത്തെ അറിയാൻ ലോക ചരിത്രം പഠിക്കണം. ഇതുപോലെ ദൈവസഭയെ കുറിച്ചറിയാൻ
ബേസിക് വചനപ്രകാരമുള്ള ദൈവസഭയെ കുറിച്ച് അറിയാൻ ഈ പുസ്തകമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ പുസ്തകത്തിൽ ഉള്ള ചരിത്രം 3 വിധ ചരിത്രമാണ് കേട്ടോ. അതായത് അപ്പോസ്തലപ്രവൃത്തി എന്ന പുസ്തകത്തിൽ ദൈവസഭയുടെ ചരിത്രം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ABC എന്ന കണക്കിൽ എഴുതാം. രണ്ടാമത്തെ പോയിന്റ്, ലോകത്തെ അറിയാൻ ലോക ചരിത്രം പഠിക്കണം. ദൈവസഭയെ കുറിച്ച് അറിയാൻ അപ്പോസ്തലപ്രവൃത്തി എന്ന പുസ്തകം പഠിക്കണം. അപ്പൊ ദൈവസഭയുടെ ചരിത്രം എന്താ? അതിന് 1, 2, 3 ABC 3 ഉപ പോയിന്റുകൾ. 1, 30 വർഷത്തെ യേശുവിന്റെ പ്രവർത്തനവും ജീവചരിത്രവും. അത് ആണ് ഒന്നാമത്തെ ചരിത്രം. ദൈവസഭയുടെ ചരിത്രത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് യേശുവിന്റെ 30 വർഷത്തെ പ്രവർത്തനവും ജീവചരിത്രവും. 2, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ ചരിത്രം. 3, സുവിശേഷ പ്രവർത്തനങ്ങളുടെ ചരിത്രം. ഈ 3 ചരിത്രം, ക്രിസ്തുവിന്റെ ചരിത്രം, അപ്പോസ്തലന്മാരുടെ ചരിത്രം, സുവിശേഷ പ്രവർത്തനങ്ങളുടെ ചരിത്രം, ഈ 3 ചരിത്രം അറിയണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി പഠിച്ചേ പറ്റും. 3ാമത്തെ പോയിന്റിലേക്ക് വരാം. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ പ്രധാനപ്പെട്ട ഉറവിടം ഈ പുസ്തകമാണ്. ഒന്നുകൂടെ പറയുന്നു, 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നു, എവിടെ ആയിരുന്നു, എപ്പോഴായിരുന്നു, എന്ത് ശൈലിയായിരുന്നു, നമ്മുടെ പെന്തക്കോസ്ത് സഭയുടെ രീതികളായിരുന്നോ എന്നൊക്കെ അറിയണമെങ്കിൽ 21 നൂറ്റാണ്ട് മുൻപ് ഉണ്ടായിരുന്ന സഭ, അതിന്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രം അറിയണമെങ്കിൽ ഈ പുസ്തകമാണ് മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. 4ാമത്തെ കാര്യം, പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളുടെയും ചരിത്ര പശ്ചാത്തലം ഈ പുസ്തകമാണ്. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളുടെയും ചരിത്ര പശ്ചാത്തലം ഈ പുസ്തകമാണ്. ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മള് ദൈവസഭ എവിടെയാ കാണുന്നത്? യെരുശലേമിലാ കാണുന്നത്, അല്ലേ? യെരുശലേമിലാണ് സഭയെ കാണുന്നത്. പക്ഷേ അപ്പോസ്തലപ്രവൃത്തിയിൽ അവസാനിക്കുമ്പോൾ സഭ എവിടാന്നറിയാമോ? റോമിലെത്തി നിൽക്കുക. അന്ന് റോമൻ സാമ്രാജ്യമാണ്. യെരുശലേമിൽ ആരംഭിച്ച സഭ റോമിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കണേ, നമ്മുടെ സബ്ജക്റ്റ് അതാണ് കേട്ടോ. യെരുശലേമിൽ ആരംഭിച്ച സഭ റോമിൽ എങ്ങനെ എത്തി, ആ സംഭവമാണ് മിഷണറി യാത്രകൾ എന്നുള്ള ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നു. നമ്മളെക്കുറിച്ച് പിന്നെ ചരിത്രമൊന്നുമില്ല, കാരണം നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. നമ്മള് നട്ടപ്പെടും ഒരു കൊട്ട, പറിച്ചപ്പെടും ഒരു കൊട്ട, അങ്ങനെ ചരിത്രം വല്ലതും. പക്ഷെ യെരുശലേമിലെ സഭ ഇന്നത്തെ വെൽ സെറ്റപ്പ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും എങ്ങനെ റോമിലെത്തി, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിലുള്ള ഒരു പാലമാണ് അപ്പോസ്തലപ്രവൃത്തി. ഇപ്പുറത്തെ സുവിശേഷങ്ങൾ, അപ്പുറത്തെ ലേഖനങ്ങൾ. ഇത് രണ്ടിനുമിടയിൽ പിന്നെ അപ്പോസ്തലപ്രവൃത്തി, റോമാലേഖനം, കുറിച്ച ലേഖനം, എല്ലാ ലേഖനങ്ങളാണ്. അതൊക്കെ സഭയ്ക്ക് എഴുതിയതാ, അത് വ്യക്തികൾക്ക് എഴുതിയതാ. ഇവർക്കെല്ലാം എഴുതാനുണ്ടായ സംഭവങ്ങൾ ബേസിക് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. എന്നാൽ ഇതിന്റെ പാലമാണ്, സുവിശേഷങ്ങളുടെയും ലേഖനങ്ങളുടെയും പാലമാണ് അപ്പോസ്തലപ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം. 5ാമത്തെ കാര്യം എന്ന് പറയാം, പൗലോസിന്റെ നിഷേധിക്കാനാകാത്ത അവകാശവാദങ്ങൾ ഈ പുസ്തകത്തിലാണുള്ളത്. പൗലോസിന്റെ നിഷേധിക്കാനാകാത്ത അവകാശവാദങ്ങൾ ഈ പുസ്തകത്തിലാണുള്ളത്. ഞാൻ എബ്രായനാണെന്നും ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷനാണെന്നും ശുഷ്കാന്തി സംസഭ ഉപദ്രവിച്ച് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും അവകാശം, അതെല്ലാം ഈ പുസ്തകത്തിലാണ്. 6ാമത്തെ കാര്യം, ബൈബിൾ എതിർക്കുന്നവരുടെയും, ബൈബിളും ദൈവസഭയും എന്ന് എഴുതിക്കോ, കുറച്ച് എഴുതാം. ബൈബിളും ദൈവസഭയും എതിർക്കുന്നവരുടെ മുമ്പിൽ സഭ തളർന്നു പോകാതിരിക്കുന്നത്
ഈ പുസ്തകത്തിന്റെ ചരിത്രമുള്ളത് കൊണ്ടാണ്. ഒന്നുകൂടെ പറയുന്നു, ബൈബിളും ദൈവസഭയെയും എതിർക്കുന്നവരുടെ ആക്രമണങ്ങളിൽ അന്നും ഇന്നും ഇനിയും സഭ തളർന്നു പോകാതിരിക്കുന്നത് അതിന്റെ കാരണം ഈ പുസ്തകം ഉള്ളത് കൊണ്ടാണ്. ഇതിനകത്തു നിന്നാണ് നമ്മൾ സഭയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്പീച്ചുകൾ നൽകുന്നത്, ഈ പുസ്തകത്തിൽ നിന്നാണ്. ഏഴാമത്തെ കാര്യം, ദൈവസഭ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ജാതികളുടെ ഇടയിലേക്ക് പടരുവാൻ ഇടയാക്കിയ ചരിത്രം ഈ പുസ്തകമാണ്. ദൈവസഭ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ജാതികളുടെ ഇടയിലേക്ക് പടരുവാൻ ഇടയാക്കിയ ചരിത്രം ഈ പുസ്തകത്തിലാണ്. എട്ടാമത്തെ കാര്യം, ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് എല്ലാ ക്ലാസ്സിലും നോട്ടൊന്നും എഴുതേണ്ടി വരില്ലാട്ടോ. അത് പിന്നെയും പറയാം. തമ്പുരാനെ ഈ യോയിസാറ് വന്ന് ആധാരം എഴുതുന്ന പോലെ മൊത്തം കൈ കഴച്ചിട്ട് പാടില്ലെന്ന് പറയരുത്. അടുത്ത ക്ലാസ് പോലെ എഴുത്തൊന്നും കാണുകയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ കേട്ടോണ്ടിരിക്കും. ഉറക്കം വരുമ്പോൾ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യും. അതൊക്കെ ആയിരിക്കും ഇനി ഒരു നടക്കാൻ പോകുന്നു. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊരു കാപ്പി കുടിക്കണം, ഒരു പഴം പുഴുങ്ങി തിന്നണം, ചില കപ്പയും മീനും കൂടെ തിന്നണം എന്നൊക്കെ തോന്നുമ്പം വീഡിയോ ഓഫ് ചെയ്യുക, അത് തിന്നുക, തീറ്റ കഴിയുമ്പം ഓൺ ചെയ്യുക, ക്ലാസ്സിലേക്ക് മടങ്ങി വരിക. അപ്പൊ അടുത്ത ആഴ്ചയിലെ കുറച്ചുകൂടെ സൗകര്യം ഉണ്ട്. ഇപ്പം തിരുന്ന് എഴുതേണ്ടി വരും കുറച്ചൊക്കെ. ഓക്കെ, ഇത് മുഖവര അല്ലയോ, അടുത്ത ആഴ്ചയിൽ പേടിക്കണ്ടെന്ന് പറയാനായി പറഞ്ഞു. അടുത്ത് എട്ടാമത്തെ കാര്യം, ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് 28 അധ്യായങ്ങളിലൂടെ 28 അധ്യായങ്ങളിലൂടെ യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളവും യാത്ര ചെയ്യാൻ പറ്റും. ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് 28 അധ്യായങ്ങളിലൂടെ യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്യാൻ സാധിക്കും. 9ാമത്തെ കാര്യം, പൗലോസിന്റെ അപ്പോസ്തലത്വം ഈ പുസ്തകത്തിലാണ് തെളിഞ്ഞു കാണുന്നത്. പൗലോസിന്റെ അപ്പോസ്തലത്വം ഈ പുസ്തകത്തിലാണ് തെളിഞ്ഞു കാണുന്നത്. പത്താമത്തെ കാര്യം, 9ാമത്തെ കാര്യം എഴുതിയല്ലോ, പൗലോസിന്റെ അപ്പോസ്തലത്വം ഈ പുസ്തകത്തിലാണ് തെളിഞ്ഞു കാണുന്നത്. 10ാമത്തെ കാര്യം, രക്തസാക്ഷികളുടെ ചരിത്രം, സഭയുടെ പീഡനങ്ങൾ. രക്തസാക്ഷികളുടെ ചരിത്രം, സഭയുടെ പീഡനങ്ങൾ, ശക്തമായ പ്രാർത്ഥന. രക്തസാക്ഷികളുടെ ചരിത്രം, സഭയുടെ പീഡനങ്ങൾ, ശക്തമായ പ്രാർത്ഥന. ഇവയെല്ലാം ഈ പുസ്തകത്തിൽ നിന്നാണ് മാതൃകയാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതെല്ലാം മാതൃകയാക്കാവുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ്. പതിനൊന്നാമത്തെ പോയിന്റ്, ഈ പുസ്തകം ഒരു നിവൃത്തിയാക്കലാണ്. ഈ പുസ്തകം ഒരു നിവൃത്തിയാക്കലാണ്, പൂർത്തിയാക്കലാണ്. എന്താണ് പൂർത്തിയാക്കുന്നതെന്ന് അറിയാമോ? പറയാം, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എഴുതി നിർത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. എന്താ പൂർത്തിയാക്കുന്ന അറിയാമോ? 4 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നിവൃത്തിയായി. എന്താ? ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ ക്രൂശിൽ നിവൃത്തിയാക്കി. അത് യോഹന്നാൻ 19:30. അപ്പൊ 4 സുവിശേഷങ്ങളിലൂടെ യേശു ക്രിസ്തു
ക്രൂശിൽ വീണ്ടെടുപ്പിനുള്ള പദ്ധതികൾ നിവൃത്തിയാക്കിയ ചരിത്രമാണ് 4 സുവിശേഷം. അപ്പൊ അറിയാമോ, യേശു ക്രൂശിൽ നിവൃത്തിയാക്കിയത് സുവിശേഷ പ്രവർത്തനത്തിലൂടെയാണ് വിളംബരം ചെയ്യേണ്ടത് എന്ന കാര്യം നിവർത്തീകരിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഒരിക്കൽ കൂടെ പറയാം, 4 സുവിശേഷങ്ങളിൽ ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരങ്ങൾ നിവൃത്തിയാക്കിയതും അപ്പോസ്തല പ്രവൃത്തികളിൽ നിവൃത്തിയാക്കിയ വസ്തുത വിളംബരം ചെയ്യുന്നത് നിവൃത്തിയാക്കുന്നതുമാണ് അപ്പോസ്തല പ്രവൃത്തി. ചുരുക്കത്തിൽ വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ പ്രഭുവാണ് കാൽവിൻ. കാൽവിൻ ഈ പുസ്തകത്തെ വിളിക്കുന്നത് നിധി എന്നാണ്. നിധി 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 എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം മാറോട് ചേർത്ത് പിടിക്കണം. ഇത് കൂടെ വായിക്കണം. പഴയമത്തിൽ സദൃശവാക്യങ്ങൾ വായിക്കുന്ന പോലെ, ജ്ഞാനമുണ്ടാകാൻ വായിക്കുന്ന പോലെ, പുതിയമത്തിൽ നിന്ന് ദൈവസഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ, ക്രിസ്തുവിന്റെ, അപ്പോസ്തലന്മാരുടെ, സഭയുടെ ചരിത്ര, പ്രാർത്ഥന, രക്തസാക്ഷിത്വം, പീഡനങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ കൂടെ നിങ്ങൾ വായിക്കേണ്ട പുസ്തകം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. ഓക്കെ, 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്നാമത് ഈ പുസ്തകത്തിന്റെ 20 മുഖവുരകളും, രണ്ടാമത് 13 പ്രാധാന്യതകളും ചിന്തിച്ചു. സമയം അല്പം കൂടെയുണ്ട്. നിങ്ങൾ തളർന്നോ അതോ ഒരു ഭാഗം കൂടെ എഴുതി അവസാനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പുസ്തകം, ഇതിന്റെ ഉദ്ദേശം എന്തുകൊണ്ട് നിതീഷ് ബ്രദറെ, ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് പൂർത്തിയാക്കാം. ആഴ്ച ഒരിക്കലേ കിട്ടുന്നുള്ളൂ. തങ്കമ്മ സൗരി എന്തോ പറയുന്നു? മുന്നോട്ട് പോകാം. ശരി, മുന്നോട്ട് പോകാം. അപ്പോ ഇതും കൂടെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പറ്റുമെങ്കിൽ നമുക്ക് ബാക്കി മിഷണറി യാത്രകൾ ആരംഭിക്കാം. ഈ പുസ്തകം ഇതിന്റെ ഉദ്ദേശം എഴുതിക്കോളൂ. പുസ്തകം എഴുതേണ്ട ഉദ്ദേശം ഇവിടെയും 13 ഉദ്ദേശമുണ്ട്. ഇടപെടാതെ എഴുതിയ പെട്ടെന്ന് നിർത്താം. 9 മണി സമയമുണ്ട്. ഈ പുസ്തകം എഴുതേണ്ട ഉദ്ദേശം പറയാൻ പോവാം. ഉദ്ദേശം സൈഡ് ഹെഡിങ് ആണ്. ഒന്നാമത് മുഖവര എഴുതി 20 എണ്ണം, പിന്നെ പ്രാധാന്യത 13 എണ്ണം എഴുതി, ഉദ്ദേശം 13 എണ്ണം. 1, യെരുശലേമിൽ നിന്ന് ലോകത്തിന്റെ അറ്റത്തോളവും സുവിശേഷം എങ്ങനെ അറിയിക്കാം, അതാണ് ഒന്നാമത്തെ ഉദ്ദേശം. യെരുശലേമിൽ നിന്ന് ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എങ്ങനെ അറിയിക്കാം. ഇതൊക്കെ എഴുതുമ്പം എൻ്റെ പൊന്ന് ദൈവമക്കളെ, നിങ്ങൾ ഇതിനൊക്കെ സജ്ജരാകണം കേട്ടോ. ഇത് എഴുതി കുറെ കൊണ്ടുപോയി പഠിച്ചിട്ട് എന്തോ കാര്യം ചെയ്യാനാ. നിങ്ങള് പിന്നെ സ്വത്രം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്വന്തം പഞ്ചായത്ത് വിട്ട് പോയിട്ടില്ലായിരിക്കില്ലേ? ഓണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ട് അറിയാമോ? അപ്പൊ അതുകൊണ്ട് എഴുതി വെച്ചോ. ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം, ഇത് വായിക്കുന്ന ഓമന സഹോദരി പ്രഭ, ഞാനിങ്ങനെ കാണുന്നവരെ പേരായി പറയുന്ന കേട്ടോ. നിതീഷ് ബ്രദർ, തങ്കമ്മ സിസ്റ്റർ, ബിന്ദു സിസ്റ്റർ, ലിൻഡ, ഇവരൊക്കെ 2 പേരുണ്ട്. നിങ്ങളൊക്കെ ഈ പുസ്തകം പഠിക്കുമ്പം മതിൽക്കെട്ടുകൾ പൊട്ടിക്കണം. ലിൻഡയുടെ പേര് പറഞ്ഞതും അത് വീഡിയോ ഓഫ് ചെയ്തു. എന്നാൽ ഞാൻ ആരും പേരും പറയുന്നില്ല. മതിൽക്കെട്ടുകൾ പൊട്ടിക്കണം. മതിൽക്കെട്ടുകൾ പൊട്ടിച്ച് എവിടെയെല്ലാം ദൈവത്തിന്റെ വചനം എത്തിക്കാമോ അവിടെയെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം നമുക്ക് പഠിക്കാനും വായിക്കാനും തന്നിരിക്കുന്നത്. ഷാജി സാറ് ഈ പുസ്തകത്തിൽ നിന്ന് മിഷണറി യാത്രകൾ സെലക്ട് ചെയ്തോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മളെ ഒരു മിഷണറിയാക്കാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 എഴുതിക്കോളൂ. ദൈവസഭയുടെ ഉൽപ്പത്തി, വളർച്ച, വികസനം. ഉൽപ്പത്തി, ദൈവസഭയുടെ ഉൽപ്പത്തി, വളർച്ച, വികസനം, ഇവയെ പരിചയപ്പെടുത്തുക. അതായത് 2ാമത്തെ ഉദ്ദേശം.
ദൈവസഭയുടെ ഉൽപ്പത്തി, വളർച്ച, വികസനം ഇവയെ പരിചയപ്പെടുത്തുക. മൂന്നാമത്തെ ഉദ്ദേശം സഭാചരിത്രം വിവരിക്കുക, ചരിത്രമായി രേഖപ്പെടുത്തുക. സഭാചരിത്രം വിവരിക്കുക, അവ ചരിത്രമായി തന്നെ രേഖപ്പെടുത്തുക. അതുകൊണ്ടാണ് ഈ പ്രവൃത്തികളിൽ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്നത്. ഇത് മറ്റൊരു ചരിത്രം. ചരിത്രം വിവരിക്കുക, ദൈവസഭയുടെ ചരിത്രമായി തന്നെ അതിനെ രേഖപ്പെടുത്തുക. നാലാമത്തെ ഉദ്ദേശം ദൈവസഭയുടെ ഉപദേശങ്ങൾ വെളിപ്പെടുത്തുക. ഞാൻ പറഞ്ഞു, അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന ഭാഗമല്ല, മറിച്ച് ആദിമസഭയിൽ എന്താണ് ഉപദേശം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവസഭയുടെ ഉപദേശങ്ങൾ വെളിപ്പെടുത്തുക, അതാണ് ഇതിന്റെ മറ്റൊരു ഉദ്ദേശം. അഞ്ചാമത്തേത് യഹൂദ മതത്തിന്റെ തകർച്ചയും സഭയുടെ വളർച്ചയും അവതരിപ്പിക്കുക. യഹൂദാമതത്തിന്റെ തകർച്ച, അത് തകർന്നാലല്ലേ സഭ വളരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ വളമാവത്തും. ഒന്നാമത്തെ സഭയാണത് ഇസ്രായേൽ സഭ. ആ സഭ പൊളിഞ്ഞപ്പോഴാ ദൈവസഭ രൂപപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അഞ്ചാമത്തെ പോയിന്റ് യഹൂദാമതത്തിന്റെ തകർച്ചയും സഭയുടെ വളർച്ചയും അവതരിപ്പിക്കുക. ആറാമത്തേത് പ്രധാനപ്പെട്ട പോയിന്റാണ് യഹൂദന്റെ മശിക ലോകരക്ഷിതാവാണെന്ന് തെളിയിക്കുക. യഹൂദന് മാത്രമേ മശിക ഉണ്ടായിരുന്നു. ശമര്യാസ്ത്രീ പോലും പറഞ്ഞു, മശിക വരും എന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. യഹൂദന്റെ മശിക എന്റെയും നിങ്ങളുടെ ദൈവമായിട്ട് മാറി, അത് തെളിയിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ. അതിന് ഒരു വാക്യം എഴുതാം. അപ്പോസ്തലപ്രവൃത്തികൾ 9:22. 9:22. ഏഴാമത്തെ കാര്യം സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വിവരിക്കുക. സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വിവരിക്കുക. സഭയിൽ പരിശുദ്ധാത്മ പ്രവർത്തനം വിവരിക്കുക. എട്ടാമത്തെ കാര്യം സുവിശേഷത്തിന് ലഭിച്ച സ്വീകരണം അവതരിപ്പിക്കുക. സുവിശേഷത്തിന് ലഭിച്ച സ്വീകരണം അവതരിപ്പിക്കുക. ഇതെല്ലാം സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ഒമ്പതാമത്തെ കാര്യം ജാതി വേലിക്കെട്ടുകൾക്ക് അതീതമാണ് സുവിശേഷം തെളിയിക്കുക. ജാതി വേലിക്കെട്ടുകൾക്ക് അതീതമാണ് സുവിശേഷം തെളിയിക്കുക. ഞാനത് വിശദീകരിക്കും. കാരണം ജാതികൾ നരകത്തിലെ വിറക് എന്നാണ് യഹൂദന്മാർ പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ജാതികൾ നരകത്തിലെ വിറക്. യഹൂദൻ അല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഒരപ്പക്കഷണം വാങ്ങി തിന്നാൽ പന്നിയുടെ മാംസം തിന്നുന്നതിന് തുല്യം. അവന്റെ പ്രാർത്ഥന എന്താ? സ്ത്രീയായി സൃഷ്ടിക്കാത്തതുകൊണ്ട്, പുറജാതിക്കാരനായി സൃഷ്ടിക്കാത്തതുകൊണ്ട്, നായയായി സൃഷ്ടിക്കാത്തതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. നമ്മൾ അങ്ങോട്ട് വരും, അതൊക്കെ നമ്മൾ വരും. കാരണം നമ്മുടെ ഇടയിൽ എന്നാ അന്യഭാഷ പറഞ്ഞാലും ചിലതൊക്കെ മുറിച്ചു കളയാനുണ്ടെന്നുള്ളത് പരമാർത്ഥമായ സത്യമാണ്. നമ്മൾ അങ്ങോട്ടൊക്കെ വരും. വിഷയയാത്രയിൽ സഹോദരന്മാരെ ഉടക്കിയതും ജാതികളുടെ അടുത്ത് പോയതിനെ കുറിച്ച് പ്രശ്നമുണ്ടായതും വിഷയയാത്രയിൽ വേർപിരിച്ചതൊക്കെ ആയ പ്രശ്നങ്ങളൊക്കെ തട്ടിയാണ് വേർപിരി, അത് നമ്മളൊക്കെ പഠിക്കും. ഇതിപ്പോ എഴുതി വെച്ചു. പത്താമത്തെ കാര്യം വ്യാജമതങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ സഭയുടെ പോരാട്ടം. അത് ഭയങ്കരമാണ്. സഭ പോരാടുന്നത് വ്യാജമതങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയാണ്. അതിന്റെ പോരാട്ടം ഈ പുസ്തകത്തിൽ കാണാം. പ്രത്യേകിച്ച് ഈ മന്ത്രവാദം, ഭൂതാവേശം, വിഗ്രഹാരാധന തുടങ്ങിയിട്ടുള്ള ഈ സംഭവങ്ങൾക്കെതിരെ സഭയുടെ നിലപാടുകൾ എന്താണെന്ന്
വ്യക്തമാകുന്നത് ഈ അധ്യായത്തിലാണ്, പുസ്തകത്തിലാണ്. വ്യാജമതങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുള്ള സഭയുടെ പോരാട്ടം, അതാണ് 10ാമത്തെ പോയിന്റ്. പതിനൊന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ ചിന്തിച്ചെഴുതണം. 1-ാം വാല്യം ലൂക്കോസിന്റെ സുവിശേഷം എഴുതിക്കോളൂ. 11ാമത്തെ പോയിന്റ് 1-ാം വാല്യം. അതായത് നമ്മളുടെ വലിയ പുസ്തകം എഴുതുമ്പോൾ പല വാല്യങ്ങൾ എഴുതും. എന്റെ കൂട്ടുകാരൻ ആർട്ടിസ്റ്റ് അതിരൂപൻ, അദ്ദേഹം എഴുതിയ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം പല വാല്യങ്ങളായിട്ട് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് 3 വാല്യമാണ്. 3 വാല്യം. അപ്പോ ചിലർ എഴുതിയാൽ അങ്ങനെ തീരത്തില്ല. അപ്പോ 1-ാം വാല്യം ലൂക്കോസിന്റെ സുവിശേഷമാണ്. 2-ാം വാല്യം അപ്പോസ്തലപ്രവൃത്തികളാണ്. ഇനി ഇവിടെ 3-ാം വാല്യം എന്ന് പറയുന്നത് പൗലോസിന്റെ വിസ്താരവും മരണവും ആണ്. പക്ഷേ അത് എഴുതിയിട്ടില്ല പുസ്തകത്തിൽ. അത് എഴുതാൻ പൗലോസ് വിചാരിച്ചിരുന്നു, ലൂക്കോസ് വിചാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സഭയുടെ അവസാന കാലഘട്ടത്തിൽ പൗലോസിന്റെ കൂടെ ലൂക്കോസ് താമസിച്ചതാണ്. പൗലോസിന്റെ വിസ്താരവും അത് മാത്രമായി ഒരു പുസ്തകം എഴുതണമെന്ന് ലൂക്കോസ് വിചാരിച്ചിരുന്നു. പക്ഷേ എഴുതാൻ പറ്റിയില്ല. 12ാമത്തെ പ്രത്യേകത, ഉദ്ദേശം. 12ാമത്തെ ഉദ്ദേശം, സഭയുടെ മൂലക്കല്ല് ക്രിസ്തു. സഭയുടെ മൂലക്കല്ല് ക്രിസ്തു. താഴെ അടിസ്ഥാനം അപ്പോസ്തലന്മാർ. പത്രോസും യോഹന്നാനും പൗലോസൊക്കെ അടിസ്ഥാന കല്ലുകളാണ്. സഭയുടെ മൂലക്കല്ല് ക്രിസ്തു, അടിസ്ഥാനം അപ്പോസ്തലന്മാർ. അവസാനത്തെ ഭാഗം 13ാമത്തെ പോയിന്റ്. അപവാദങ്ങൾ മൂലം ഉപദ്രവിക്കപ്പെട്ട സഭയുടെ സത്യാവസ്ഥ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുക. അതായിരുന്നു ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം. അപവാദങ്ങൾ മൂലം ഉപദ്രവിക്കപ്പെട്ട സഭയുടെ സത്യാവസ്ഥ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുക. അതിനാണ് ഈ പുസ്തകം എഴുതിയത്. ഇവിടെ ചില കുറിപ്പുകൾ പറയാം, അതോടുകൂടി നമ്മുടെ ക്ലാസ് തീരും. അത് എഴുതിയായിരുന്നു, അപവാദങ്ങൾ മൂലം ഉപദ്രവിക്കപ്പെട്ട സഭയുടെ സത്യാവസ്ഥ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുക. ഇനി ഇവിടെ 13 പോയിന്റായേ. എന്താണ് അപവാദങ്ങൾ എന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കെതിരെ 3 അപവാദങ്ങൾ ഉണ്ടായി. 3 അപവാദങ്ങൾ നമുക്കുണ്ടത്. 1, കുടുംബഛിദ്രകാരികൾ. നമ്മൾ കുടുംബം തകർക്കുന്നവരാണെന്നാണ്. ഇന്നും അങ്ങനെയില്ലേ? ഉണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടത് പെരുമ്പാവൂർ വേങ്ങൂർ മാർത്തോമ പള്ളിയുടെ 1350 വീട്ടുകാരുള്ള അത്തിക്കാട്ട് പള്ളി ഒറ്റയ്ക്കാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ അപ്പനും അമ്മയും 2 സഹോദരിമാരും ഒക്കെ എനിക്കെതിരായി. എൻ്റെ അപ്പൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് വാഴത്തില്ല, സ്റ്റാൻഡ് വിട്ടോളാൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ പറയുന്ന പോലെ ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം എന്ന് പറഞ്ഞ പോലെ ഞാൻ സ്റ്റാൻഡ് വിട്ടു. 15ാമത്തെ വയസ്സിൽ താടിയും മീശയും മുളയ്ക്കാത്ത പ്രായത്തിൽ എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോകുന്നില്ല, അപ്പൻ പൊക്കോളാൻ പറഞ്ഞില്ല. കാരണം എൻ്റെ അപ്പൻ 13 പ്രാവശ്യം നാട് വിട്ടു പോയിട്ടു. 13 പ്രാവശ്യം നാട് വിട്ടു പോയിട്ടും അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. കള്ളുകുടിയനായിരുന്നു, മഹാകുഴപ്പക്കാരനായിരുന്നു. അപ്പൊ എൻ്റെ അമ്മ പറയും, നിന്റെ അപ്പൻ നാട് വിട്ടു പോകുന്നു, പൂച്ചയെ പുഴയിൽ എറിയുന്ന ഒരുപോലെ 2 തിരിച്ചു കയറി വരും. അപ്പൊ അതുകൊണ്ട് അപ്പനും ഞാനും തമ്മിൽ ശീതസമരം ഉണ്ടായപ്പം ഞാൻ പറഞ്ഞു, അപ്പനോട് താമസിച്ചോ, ഞാൻ പൊക്കോളാം. അങ്ങനെ 15ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിലേക്ക്, 17ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങി. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ അക്കാലങ്ങളിൽ നഷ്ടപ്പെട്ടു. 2 സഹോദരിമാർ നഷ്ടപ്പെട്ടു. ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, സ്ത്രീധനം പോലും വാങ്ങാതെ ഞാൻ കല്യാണം കഴിക്കും. കാരണം ദൈവം എന്നെ എങ്ങനെ നടത്തുന്നു എന്ന് എൻ്റെ നാടും വീടും അറിയണം എന്നെനിക്ക് വാശിയുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ദീർഘമായ 42 വർഷമായി കർത്താവിന്റെ വേലയിലാണ്. ഈ 42 വർഷം കൊണ്ട് ഒത്തിരി പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലായ്മകൾ അനുഭവിച്ചിട്ടുണ്ട്. ബൈബിൾ കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന പോലെ ഒന്നുമല്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നല്ല വസ്ത്രങ്ങൾ കുട്ടികൾ കഴുകി ഉണക്കാനിട്ടിരിക്കുമ്പോൾ അത് നോക്കി നിന്ന്, നല്ല ആഹാര സാധനങ്ങൾ കാണുമ്പം വിശപ്പോടെ നോക്കി നിൽക്കുന്ന പോലെ ഈ ഡ്രസ്സൊക്കെ എന്നിടാൻ കഴിയും എന്ന് വേദനയോട് നോക്കി നിന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഛിദ്രമുണ്ടായി, കാരണം ഞാൻ കുടുംബം തകർത്തു എന്നാ പറയും. മലയാറ്റൂരിൽ ഞാൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ചെന്നപ്പം എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു 10 പേര്. കാപ്പച്ചൻ പറയാ 9 ഗുണപ്പെട്ടു, ഒരുത്തൻ കുടുംബം തകർത്തു നശിച്ചു പോയി. ഞാൻ പറഞ്ഞു എന്തോ പറ്റി? അവൻ പെന്തിക്കോസുകാരനായി. ഞാൻ പറഞ്ഞു അപ്പച്ച ആ ഒരെണ്ണേ ഗുണമുള്ളൂ, ബാക്കി 9 ഗുണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആളുകളുടെ ചിന്ത നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ കുടുംബം തകരുകയാണ്. ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെടുമ്പോൾ വീട്ടിൽ നടക്കുക. എൻ്റെ ഭാര്യ അങ്ങനെയാണ്, ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടയാണ്. വളന്തുരുത്തി TPM-ലെ വിശ്വാസിയായി. ആരാധനയ്ക്ക് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്വന്തം അമ്മയുടെ സഹോദരന്മാരുടെ മക്കൾ മേടിച്ച ശാലയും ബസ്സിനകത്ത്, പിറവം എറണാകുളം റൂട്ടിലോടുന്ന ശാലയും ബസ്സിനകത്ത് വണ്ടിക്കൂലി കൊടുക്കാതെ ആരാധനയ്ക്ക് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. നമ്മൾ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെടുമ്പോൾ നാട്ടുകാർ പറയും നമ്മുടെ കുടുംബ ചിത്രകാരികളാണ്. രണ്ടാമത്തെ പ്രശ്നം ദുർമാർഗികളാണെന്നാണ്. അന്നത്തെ അപവാദം ദുർമാർഗികളാണ്. എന്താ ദുർമാർഗികൾ? നമ്മളുടെ രാത്രി യോഗങ്ങളിൽ സ്ത്രീകളൊക്കെ വരും. സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് ദുർബാധം യോഗം കൂടാതെ ഒറ്റ കൂട്ടായ പെന്തിക്കോസ്താരുടെ കൂട്ടായി. പണ്ടൊന്നും പെണ്ണുങ്ങൾ പുറത്തിറങ്ങത്തില്ലായിരുന്നു. അപ്പൊ നമ്മള് ദുർമാർഗികളാണെന്ന് അവർ വ്യാഖ്യാനിച്ചു. നമ്മുടെയൊക്കെ പെണ്ണുങ്ങള് പാസ്റ്റർമാരുടെ കൂടെ ആണെന്നും പറഞ്ഞ് പണ്ട് കാലത്തൊക്കെ ഒത്തിരി അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെണ്ണുങ്ങൾ തോന്നിയാസം നടക്കുന്നവരാ, രാത്രിയും പകലുമില്ലാതെ യോഗത്തിൽ നടക്കുന്നവരാ, ദുർമാർഗികളാണെന്ന് രണ്ടാമത്തെ അപവാദം. മൂന്നാമത്തെ അപവാദം നരഭോജികളാണെന്നുള്ളതായിരുന്നു. കർത്താവിന്റെ മേശ യേശുവിന്റെ ശരീരവും രക്തവുമായതുകൊണ്ട് ആ അപ്പവീഞ്ഞകൾ തിന്നുന്നവര് യേശുവിന്റെ ശരീരവും രക്തവുമാണ് തിന്നുന്നത്, അതുകൊണ്ട് നമ്മൾ നരഭോജികളാണെന്നായിരുന്നു. 3 അപവാദങ്ങൾ. 1 കുടുംബഛിദ്രകാരികളാണ് നമ്മൾ, 2 ദുർമാർഗികളാണ്, 3 നരഭോജികളാണ്. ഇങ്ങനെ പറഞ്ഞാണ് സഭയെ പണ്ട് ഉപദ്രവിച്ചിരുന്നത്. ഇപ്പോഴും ആ ഉപദ്രവം ഉണ്ട്. അപ്പൊ ആ കാലത്ത് സഭയുടെ സത്യാവസ്ഥ ഇതല്ല എന്ന് ബോധിപ്പിക്കാൻ ഗവൺമെന്റിന്റെ ഇടയിൽ നമുക്ക് ചില ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അപ്പോസ്തലത്തിൽ പഠിച്ചാൽ അറിയാം. 5 പേരെ പരിചയപ്പെടുത്താം. ആ കാലഘട്ടത്തിൽ സഭയെ സഹായിച്ച അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പക്ഷത്ത് വിശ്വാസത്തോട് കൂറുള്ള ക്രിസ്തുവിനെ വിശ്വസിച്ച 5 പേരുണ്ടായിരുന്നു. വേണോ അവരുടെ പേര് വേണോ? അതൊന്ന് പറഞ്ഞു നിർത്തണം. വേണം. 1 കൈസരിയിലെ കൊർന്നല്യോസ്. അതായത് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന്റെ സഭയെ സഹായിക്കുവാൻ ഗവൺമെന്റിന്റെ പക്ഷത്ത് ഉണ്ടായിരുന്ന 5 വിഭാഗക്കാരെ കുറിച്ച് പറയുകയാണ്. അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഈ അപ്പോസ്തല ചരിത്രം ലൂക്കോസ് എഴുതുന്നത്. 1 കൈസരിയിലെ കൊർന്നല്യോസ്, അപ്പോസ്തലത്തിൽ 10-ാം അധ്യായം. 2 കുപ്രോസിലെ സെർഗ്യോസ് പൗലോസ്. കുപ്രോസിലെ സെർഗ്യോസ് പൗലോസ്, അപ്പോസ്തലത്തിൽ 13-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കുപ്രോസിലെ സെർഗ്യോസ് പൗലോസ്, അപ്പോസ്തലത്തിൽ 13-ന്റെ 6. മൂന്നാമത്തെ ആള് അഖായയിലെ ദേശാധിപതി ഗല്ലിയോൻ. അഖായയിലെ ദേശാധിപതി ഗല്ലിയോനാണ്. അപ്പോസ്തലത്തിൽ 18-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 4-ാമത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പിയിലെ ജയിൽ അധികാരി എന്നേ ഉള്ളൂ.